അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സൂറത്തു യാസീൻ 13-ാമത്തെ ആയത്താണ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖർയ إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. യാസീനിൻ്റെ തുടക്കത്തിൽ ചില ആളുകൾ എത്ര ഉത്ബോധനം നടത്തിയാലും കേൾക്കാത്ത ഒരു സമൂഹം മനുഷ്യർക്കിടയിലുണ്ട്. അവരുടെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തുമൊക്കെ ഒരു കെട്ട് കെട്ടിയിരിക്കുകയാണ്. അള്ളാഹു കൈ താടയെല്ലിലേക്ക് കൂട്ടിക്കെട്ടി ചങ്ങലക്കിട്ട പോലെ മുകളിലേക്ക് മാത്രം, ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കി മുന്നും പിന്നും ഇടത്തും വലത്തും തിരിഞ്ഞു നോക്കാത്ത ചില ആളുകളുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് അവന് തോന്നിയ പോലെ നടക്കും എന്നതിൻ്റെ ഒരു ഉപമയാണിത്. മുന്നും പിന്നും നോക്കൂല, ഭാവി നോക്കൂല, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, ഞാൻ ശരിയാണോ തെറ്റാണോ നോക്കൂല. അവന് തോന്നുന്ന പോലെ നടക്കുന്ന മനുഷ്യന്മാർ. അവരോട് എന്ത് ഉപദേശിച്ചാലും സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അവരോട് നീ താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും അവർ വിശ്വസിക്കുകയില്ല. പിന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഖൗഫ്, ഖശിയത്ത് മനസ്സിലുള്ളവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. അതായത് എത്ര ഉത്ബോധനം നടത്തിയിട്ടും ആവർത്തിച്ച് മുർസലുകൾ ഉത്ബോധിപ്പിച്ചിട്ടും യാതൊരു മാറ്റവും വരാതെ തോന്നിവാസത്തിൽ പിടിച്ചു നിന്ന ഒരു സമൂഹത്തിൻ്റെ നാശത്തെപ്പറ്റിയാണ് ഇനി കുറേ ആയത്തുകൾ. ഈ ഒരു പേജും അതിൻ്റെ തൊട്ടടുത്ത പേജും അതിൻ്റെ പകുതി ഭാഗവും അങ്ങനെയുള്ളൊരു സമൂഹത്തെ അള്ളാഹു ഉപമിക്കുകയാണ്. ഈ സമൂഹത്തെ അറബികൾക്കറിയാമായിരുന്നു. അസ്ഹാബുൽ ഖറിയത്ത് എന്ന് ഖുർആൻ ഉദ്രിബ് ലഹും മസലൻ, അവർക്ക് താങ്കൾ ഒരു ഉപമ വിവരിച്ചു കൊടുക്കുക. ലറബ എന്ന് പറഞ്ഞത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അടിച്ചു എന്ന അർത്ഥമുണ്ട്, വിവരിക്കുക എന്ന അർത്ഥമുണ്ട്, ഉപമിക്കുക എന്ന അർത്ഥമുണ്ട്, പല അർത്ഥമുണ്ട്. അതാണ് ഉദ്രിബ് ലഹും മസലൻ, അവർക്ക് ഒരു ഉപമ, പണ്ട് കഴിഞ്ഞു പോയ ഒരു സമൂഹത്തിൻ്റെ ഉദാഹരണം നിങ്ങൾ വിവരിച്ചു കൊടുക്കുക. അസ്ഹാബൽ ഖറിയ, ഒരു ഖറിയക്കാർ, ഒരു നാട്ടുകാർ. ഖറിയ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമവാസികൾ, അതായത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനാണ് ഖറിയ എന്ന് പറയാം. അപ്പോൾ ഒരു ഗ്രാമവാസികളുടെ, ഒരു ഗ്രാമത്തിൻ്റെ ആളുകളുടെ ഉദാഹരണം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണമെങ്കിൽ
ഉദാഹരിക്കപ്പെടുന്ന വസ്തു ആളുകൾക്ക് അറിയണമല്ലോ. നമ്മളിപ്പോൾ നിങ്ങൾ ഇന്ന ആളെ പോലെ ആകരുത് എന്ന് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇന്ന ആൾ എങ്ങനെയായിരുന്നു എന്നുള്ള അറിയേണ്ടവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അല്ലാഹു തആല ഒരു ഗ്രാമവാസികളുടെ ഉദാഹരണം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഗ്രാമവാസികളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംബോധിതരായ മക്കായിലെ അറബികൾക്ക് അറിയുമായിരിക്കണം. ഈ ഗ്രാമവാസികൾ ആരാണ് എന്ന് ഖുർആനിലോ ഹദീസിലോ കൃത്യമായി ഒരു സഹിയായ ഹദീസിലൊന്നും വന്നിട്ടില്ല. എന്നാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അടക്കമുള്ള ഒരുപാട് ചരിത്രകാരന്മാരും ഖുർആൻ മുഫസ്സിറുകളും ഖുർആൻ വ്യാഖ്യാതാക്കളും അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞിട്ടുണ്ട്. ചില അഭിപ്രായങ്ങൾ, അതായത് ഷാമിലുണ്ടായിരുന്ന അന്തോക്കിയ എന്നൊരു പ്രദേശമുണ്ടായിരുന്നു. ആ അന്തോക്കിയ പ്രദേശത്തെ മനുഷ്യന്മാരാണ്, ആളുകളാണ് ഈ നാട്ടുകാർ എന്നാണ് പറയുന്നത്. എന്നാൽ അതിനും ഖണ്ഡനങ്ങൾ മുഫസ്സിറുകളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അന്തോക്കിയ പ്രദേശത്തുകാരിലേക്ക് പ്രവാചകന്മാർ വന്നു, ആവർത്തിച്ച് 2-3 പ്രവാചകന്മാർ വന്നു. എന്നിട്ടൊന്നും അവർ വിശ്വസിച്ചില്ല, അവരെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് അന്തോക്കിയക്കാർ പിന്നീട് അല്ലാഹു തആല നശിപ്പിച്ചു. ഒരു അട്ടഹാസമുണ്ടായി. ആ രാജ്യത്തിൻ്റെ കവാടത്തിൽ ചെന്ന് ജിബ്രീൽ ഒരു ശബ്ദമുണ്ടാക്കി. ആ ശബ്ദത്തിൽ അവർ മരിച്ചു വീണു എന്നാണ് കഥ. കഥ എന്ന് പറഞ്ഞാൽ ഹദീസിലോ ഖുർആനിലോ വന്നതല്ല, ഉദ്ധരിക്കപ്പെട്ട കഥ. ആ കഥക്കുള്ള ഖണ്ഡനം എന്താണെന്ന് ചോദിച്ചാൽ, അന്തോക്കിയ സമൂഹം ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് തന്നെ വിശ്വസിച്ചിരുന്നു എന്ന് വേറെ ചരിത്രത്തിലുണ്ട്. അന്തോക്കിയ എന്ന നാട്ടുകാർ ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈസാ നബിയിൽ വിശ്വസിച്ച ആളുകളായിരുന്നു അന്തോക്കിയക്കാർ. ആദ്യത്തെ ഈസാ നബിയെ ആദ്യമായി അംഗീകരിച്ച നാട്ടുകാർ അന്തോക്കിയക്കാരാണ് എന്നൊരു ചരിത്രത്തിലുണ്ട്. അപ്പോൾ പിന്നെ ഈ അന്തോക്കിയക്കാരിലേക്ക് ആളുകൾ വന്നു, അമ്പിയാക്കൾ ഒരു തുടർച്ചയായിട്ട് മുസ്ലിങ്ങൾ വന്നു, എന്നിട്ട് അവരെ അള്ളാഹു നശിപ്പിച്ചു എന്ന് പറഞ്ഞ ആ ചരിത്രത്തിന് ഒരു വിശ്വാസ്യത കുറവുണ്ട്. പക്ഷേ നമ്മളെ സലഫുകളായിട്ടുള്ള പൂർവികരായ സൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പറയുന്നത് ഈ ഗ്രാമവാസികൾ ആരാണെന്ന് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല, പിന്നെ അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞു തന്നിട്ടില്ല, പ്രബലമായ തെളിവുകളും ഇന്ന ആളുകളാന്ന് പറഞ്ഞതിനില്ല. പിന്നെ എന്തിനാണ് ആ നാട്ടുകാരുടെ പിന്നാലെ നമ്മൾ പോകേണ്ടത്? ഇനി അയച്ച പ്രവാചകന്മാർ, ആ 3 നബിമാരെ അയച്ചു എന്ന് പറയുന്നുണ്ട്. അത് ജോൺ പ്രവാചകൻ, അതുപോലെ ഷമോൺ പ്രവാചകൻ എന്നിങ്ങനെയൊക്കെയുള്ള ചരിത്രത്തിലുണ്ട്. യൂഹന്ന എന്ന് പറയുന്നത് പിന്നെ ഒരു ജോൺ എന്നുള്ള അർത്ഥത്തിലാണ്. യൂഹന്ന പ്രവാചകൻ, ഷമ്മൂൻ പ്രവാചകൻ എന്നൊക്കെ പറയുന്ന, പിന്നെ സാദിഖ്, സദൂഖ് എന്ന് പറയുന്ന പ്രവാചകന്മാരാണെന്നും അതിനും ഖണ്ഡനങ്ങളുണ്ട്. സാദിഖാണ്, സദൂഖാണ്, അതൊന്നും നമുക്ക് അല്ലാഹു റസൂലും പറഞ്ഞു തന്നിട്ടില്ല. നമുക്കുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകന്മാർ നിരന്തരമായി വന്നിട്ടും ആ പ്രവാചകന്മാർ പേർത്തും ആളുകളെ ഉപദേശിച്ചിട്ടും ആ ഉപദേശമൊന്നും ഫലിക്കാത്ത ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു എന്നതാണ് ഈ ചരിത്രത്തിലെ ആ ഗുണപാഠം. അപ്പോൾ ആവർത്തിച്ച് അമ്പിയാക്കന്മാർ വരുന്നു, എന്നിട്ടും അവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ അത് ബോധപൂർവം തള്ളിക്കളഞ്ഞതാണ്. ഇനി നമുക്കെന്താണ് അതിലുള്ള പാഠം? നമുക്ക് ആവർത്തിച്ച് ഒരു നബി പോലും നമുക്ക് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ അമ്പിയാക്കന്മാരുടെ സന്ദേശം ആവർത്തിച്ച് കേൾക്കുന്നു. നമ്മൾ പള്ളിയിൽ കേൾക്കുന്നു, ജുമാക്ക് കേൾക്കുന്നു, പിന്നെ പിറ്റത്തെ ദിവസം ഖുർആൻ ക്ലാസ്സിന് കേൾക്കുന്നു, പിറ്റത്തെ ദിവസം അവിടെ വയലിന് കേൾക്കുന്നു, 3-ാമത്തെ ദിവസം വേറൊരാൾ ഒരു ഉത്ബോധനം നടത്തുമ്പോൾ അത് കേൾക്കുന്നു, അടുത്ത ആഴ്ച ആകുമ്പോൾ പിന്നത്തെ വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് വീണ്ടും ഉത്ബോധനം കേൾക്കുന്നു. അങ്ങനെ ആവർത്തിച്ച് അമ്പിയാക്കന്മാർ വന്നിട്ടും വിശ്വസിക്കാത്ത ഒരു സമൂഹത്തെ നശിപ്പിച്ചു. ആ അമ്പിയാക്കന്മാരുടെ സന്ദേശം ആവർത്തിച്ച് വന്നിട്ടും നമുക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നമ്മളും നശിപ്പിക്കപ്പെടും എന്ന ഒരു ഗുണപാഠമാണ് ഈ ചരിത്രത്തിൽ നമുക്കുള്ളത്. ഇനി നമുക്ക് പോയി നോക്കാം. വളിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, അവർക്ക് താങ്കൾ ഒരു ഉദാഹരണം വിവരിച്ചു കൊടുക്കുക. അസ്ഹാബൽ ഖറിയത്തി, ആ ഗ്രാമവാസികളെപ്പറ്റി. അപ്പം
അപ്പം അൽ ഖറിയ ആ ഗ്രാമവാസികൾ, അപ്പം അവർക്ക് അറിയുന്നതായിരിക്കണം. അറബികൾ നമ്മളെക്കാളും കൂടുതൽ ഈ കഴിഞ്ഞ കാല സമൂഹത്തിൻ്റെ ചരിത്രങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നവരാണ്. അവരെ വാപ്പാരെ പേര് തന്നെ 20-30 ബാപ്പമാരെ പേര് അവർ സൂക്ഷിക്കും. നമുക്ക് 2-3 വല്യാപ്പാരാണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയില്ല നമ്മളെ വല്യാപ്പാരന്മാരെ പേര്. പക്ഷെ അവർക്ക് 20 നബിയെ പിതാവിൻ്റെ പേര് വരെ നബിൻ്റെ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അവർക്ക് ഓരോരുത്തർക്കും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനൊക്കെ ഒരുപാട് പിതാക്കന്മാർ, അയാളുടെ അല്ല, അറബി നാട്ടിലെ ഓരോ മനുഷ്യൻ്റെയും അത് ഇന്ന ഗോത്രത്തിലെ ഇന്നാളുടെ മകൻ എന്ന് അറിയുമായിരുന്നു. അൻസാബുകൾ, മഅരിഫത്തുൽ അൻസാബ്, അതായത് കുടുംബ പരമ്പര അറിയുന്നവരാണവർ. അതുപോലെ ചരിത്ര പരമ്പരയും കൃത്യമായി അറിയുന്നവരായിരുന്നു അവർ. രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, ചരിത്രം എഴുതി വച്ചിട്ടില്ലെങ്കിലും അവർ പഴയകാല ചരിത്രം അറിയും. അപ്പോൾ ഈ സമൂഹത്തിനെ പറ്റിയൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ടാണ് അൽ ഖറിയത്ത്, ആ ഗ്രാമവാസികളുടെ വിവരം അവർക്ക് താങ്കൾ വിവരിച്ചു കൊടുക്കുക. ഇർജാഅഹ, ആ ഗ്രാമവാസികൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ അൽ മുർസലൂൻ, ദൂതന്മാർ, ദൈവദൂതന്മാർ വന്നു. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന നബിമാരാണോ അതല്ല അതിൻ്റെ മുമ്പുള്ള നബിമാരാണോ ഒന്നും അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അവർക്കറിയുന്ന തരത്തിൽ ഒരു സമൂഹം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ദൈവദൂതന്മാർ വന്നിട്ട് സ്വീകരിക്കാത്തതാണെന്നുള്ള കഥാസാരം അവർക്കറിയാം. അത് അവർക്ക് നിങ്ങൾ വിവരിച്ചു കൊടുക്കുക. ഇത് ജാഅൽ മുർസലൂൻ, അവർക്ക് മുർസലുകൾ വന്നു. ഇത് അർസൽന ഇലൈഹിം, അവരിലേക്ക് നാം അയച്ചു. അർസല എന്ന് പറഞ്ഞാൽ അയച്ചു എന്നാ. റിസാലത്ത് സന്ദേശം, നമ്മളെ മെസ്സേജിനൊക്കെ റിസാല എന്നാ പറയാം. നമ്മളെ മെസ്സേജിനൊക്കെ റിസാല എന്നാ പറയാം. നമ്മളെ മൊബൈലൊക്കെ നമ്മൾ മെസ്സേജ് അയക്കുമല്ലോ, ഒക്കെ റിസാലാണ്, കത്ത് എന്നർത്ഥം. അർസൽന, നാം അയച്ചു, ഇലൈഹിം, അവരിലേക്ക്, ഇസ്നൈനി, 2 പേരെ അയച്ചു, 2 നബിമാരെ, 2 മുർസലീങ്ങളെ അയച്ചു, 2 ദൂതന്മാരെ. ഒരാൾ മതിയാകാഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ അത്രയും ധിക്കാരികളായിരിക്കും അവർ. ഈജിപ്തിലേക്ക് അള്ളാഹു തആല അയച്ചത് 2 നബിയെയാണ്, ഒന്ന് മൂസാ നബിനെയും സഹായിയായിട്ട് ഹാറൂൻ നബിയെയും. പലപ്പോഴും അങ്ങനെ 1-2 നബിമാരെ ആളുകളുടെ ആധിക്യത്തിനനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ ധിക്കാരത്തിൻ്റെ വർധനവിനനുസരിച്ചോ ഒരാളെയും 2 ആളെയൊക്കെ അയച്ചു കാണും. അപ്പോൾ ഈ ഗ്രാമവാസികൾ വലിയ ധിക്കാരികളായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇത് അർസൽന ഇലൈഹിം മുസ്നൈൻ, ഇലൈഹിം ഇസ്നൈൻ, അത് കൂട്ടി ഓതുമ്പോൾ ഇലൈഹിം മുസ്നൈൻ, അവരിലേക്ക് 2 നബിമാരെ നാം അയച്ചു. ഫകദ്ദബൂഹുമ, അപ്പോൾ അവർ 2 പേരെയും അവർ കദ്ദബൂ, അവർ കളവാക്കി. കദ്ദബ, അവൻ ഏകവചനായിരിക്കും, കദ്ദബ കദ്ദബൂ, അവർ 2 നബിമാരെയും കളവാക്കി. അപ്പോൾ ഫഅസ്സസ്ന, നാം പ്രബലപ്പെടുത്തി. തഅസീസ്, അസ്സസ എന്ന് പറഞ്ഞാൽ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ പ്രാതാപം എന്നൊക്കെയാണ്. അസ്സസ എന്ന് പറഞ്ഞാൽ അവരെ പ്രബലപ്പെടുത്തി, സഹായിച്ചു. ഫഅസ്സസ്ന, ആ 2 നബിമാരെയും നാം പ്രബലപ്പെടുത്തി സഹായിച്ചു. ബിസാലിസിൻ, 3-മതൊരു നബിയെയും കൊണ്ട്. 2 ആൾ പറഞ്ഞിട്ടും കേൾക്കാതായി. അപ്പം 3-മതൊരു നബിയെയും കൂടി അള്ളാഹു തആല അയച്ചു. അപ്പോൾ അവർ മഹാധിക്കാരികളായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അയച്ചത്. വേറൊരു ചരിത്രം അമ്പിയാക്കന്മാരിൽ കാണുന്നില്ല. ഒക്കെ അധികം ഒറ്റ നബിമാരെയാണ് അയച്ചത്. പക്ഷേ 1-2 നബിമാരെ അയച്ചതും ഒക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ 3-മത്തെ ഒരു നബിയെയും കൂടി അയച്ചു. ഫഖാലു, എന്നിട്ട് അവർ 3 പേരും കൂടി പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, തീർച്ചയായും ഞങ്ങൾ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവരാണ്, നിയോഗിക്കപ്പെട്ട നബിമാരാണ് എന്നവർ പറഞ്ഞു. അപ്പോൾ അവരെ മറുപടി എന്താ? ഖാലു, അവർ പറഞ്ഞു, മാ അൻതും ഇല്ലാ ബശറുൻ, നിങ്ങൾ മനുഷ്യരല്ലാതെ മറ്റാരുമല്ലല്ലോ. മുർസലുകളാവണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ 2-3 ആൾ സാധാരണ മനുഷ്യന്മാർ. അതന്നെയാണ് മുഹമ്മദ് നബിയോടും പറഞ്ഞത്, അതിനാണ് മറ്റു നബിമാരോടും പറഞ്ഞത്. നിങ്ങൾ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരല്ലേ, നിങ്ങളെങ്ങനെ നബിയാവാന്ന്. ലൗലാ ഉൻസില അലൈഹി മലക്കുൻ, ഖാലു ലൗലാ ഉൻസില അലൈഹി മലക്കുൻ, എന്താ മലക്കിനെ ഇറക്കാത്തത് എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് നബി പറഞ്ഞത്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും
യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. പറയുക നബി, അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ഞാൻ മുഹമ്മദ് നബി നമ്മളെപ്പോലെയുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നമ്മളെ മാതിരി വേണ്ടതും വേണ്ടാത്തതും കൂട്ടിക്കലർത്തി ചെയ്യുന്ന മോശക്കാരനായ ആൾ എന്നുള്ള അർത്ഥത്തിലല്ല. മനുഷ്യൻ എന്ന നിലക്ക് വേദന, ദുഃഖം, അതുപോലെ തന്നെ സങ്കടം, കുടുംബജീവിതം, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, ക്ഷീണം, തളർച്ച, രോഗം, മരണം, അതൊക്കെ ഒരു സാധാരണ മനുഷ്യനെ പോലെ എനിക്കുണ്ടാകും. മുഹമ്മദ് നബി എത്രയോ കാലം പട്ടിണി കിടന്നിട്ടുണ്ട്, എത്രയോ ദുഃഖിച്ചിട്ടുണ്ട്, എത്രയോ ചോര ഒലിച്ചിട്ടുണ്ട്, എത്രയോ പേടിച്ചിട്ടുണ്ട്. അതൊക്കെ സാധാരണ മനുഷ്യന്മാരെ പോലെ എനിക്കുമുണ്ടാകും. പക്ഷേ യൂഹ ഇലയ്യ, അതാണ് നമ്മളെ ഇവർ പലരും ആക്ഷേപിക്കാറുണ്ട്, പോലെ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാന്ന് പറയുന്നത്. മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വ ഗുണങ്ങളിൽ എല്ലാ തരത്തിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള എല്ലാ പ്രത്യേകതകളും മുഹമ്മദ് നബിക്കും ഉണ്ട്. പക്ഷേ യൂഹ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെട്ടു. അവിടെയാണ് മനുഷ്യന്മാരും മുഹമ്മദ് നബിയും വേർതിരിക്കുന്നത്. നമുക്കാർക്കും വഹിയില്ല. അതുകൊണ്ട് അള്ളാഹുവിങ്കൽ നിന്ന് വരുന്ന കൽപ്പനകൾ എന്താണെന്നുള്ളത് വേറൊരാൾ പറഞ്ഞു തന്നിട്ട് വേണം. എന്നാൽ മുഹമ്മദ് നബിക്ക് വഹിയുണ്ട്. അപ്പോൾ അദൃശ്യ കാര്യങ്ങളൊക്കെ വഹി മുഖേന നബി നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ടാ കുല്ലിനമാന ബഷറും മിസ്ലുക്കും യുവാ ഇലയ്യ. അത് തന്നെയാണ് ഇവരും പറഞ്ഞത്, മാ അൻതും ഇല്ലാ ബഷറും മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനല്ലാതെ വേറെന്താ. പിന്നെ ഒമാ അൻസലർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹു ഇറക്കി തന്നിട്ടില്ല മിൻ ഷൈഇൻ, ഒന്നും. അള്ളാഹ് ഒന്നും ഇറക്കിയിട്ടില്ല. ഇവർ പറയുന്നത് എന്താണ് എന്നല്ല അവർ മനസ്സിലാക്കുന്നത്, പറയുന്ന ആളുകൾ ആരാണെന്ന്. ഓൽക്ക് ഇവർ 3 നബിമാർ വന്നിട്ട് റസൂലുമാർ വന്നിട്ട് പറഞ്ഞാൽ പോരാ. അപ്പം ഇവര് 3 ആളെയും നോക്കിയിട്ട് നിങ്ങൾ മനുഷ്യന്മാരല്ലേ, അള്ളാഹ് നമുക്കൊന്നും തന്നിട്ടില്ല എന്ന് ഇവർ പറയുന്നത് എന്ത് എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. അതുതന്നെയാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. പറയുന്നത് ആര് എന്നതല്ല. ഒരു വിവരമില്ലാത്ത ഒരു സാധാരണക്കാരനാണെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നത് ശരിയാണെങ്കിൽ നമ്മളത് അംഗീകരിക്കണം, നമ്മളാ വാക്ക് ആദരിക്കണം. ആളെ ക്വാളിറ്റി അല്ല നോക്കേണ്ടത്, പറയുന്ന കാര്യമാണ്. അതാണ് വല്ലുർ ഇലാമ ലാ തൻലുർ ഇലാ മൻ ഖാല വല്ലുർ ഇലാ മാ ഖാല. ലാ തൻലുർ, നീ നോക്കരുത്, ഇലാ മൻ ഖാല, ആര് പറഞ്ഞു എന്നത്. വല്ലുർ ഇലാ മാ ഖാല, എന്ത് പറഞ്ഞു എന്നാണ് നോക്കേണ്ടത്. അപ്പം അത് തന്നെയാണ് ഇവരും. ഇൻ അൻതും മാ അൻസല റഹ്മാനു മിൻ ഷൈഇൻ, റഹ്മാനായ അള്ളാഹു ഒന്നും ഇറക്കി തന്നിട്ടില്ല. അപ്പം റഹ്മാനാണ് അള്ളാഹു എന്നൊക്കെ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ നബിമാരവർ അംഗീകരിച്ചില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഈ നബിമാർ സത്യമാണ് എന്നുള്ളതിൽ അംഗീകരിക്കുന്നില്ല. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, നിങ്ങൾ കളവ് പറയുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ വെറും കളവ് മാത്രമാണ് പറയുന്നത്, അള്ളാഹ് ഒന്നും ഇറക്കിയിട്ടില്ല. എന്താ പറയാൻ കാരണം? അവർ പറയുന്നത് എന്താ നോക്കിയിട്ടല്ല, പറയുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള തിന്നും കുടിക്കും കുടുംബജീവിതം നയിക്കുന്ന നമ്മളോടൊപ്പം അങ്ങാടി മാലി ഹാദർ റസൂലി യഅ്കുലുത്താമ വയംശീ ഫിൽ അസ്വാഖ് എന്ന് മുശ്രിക് ഖുറൈശികൾ പറഞ്ഞിരുന്നു. വഖാലു മാലി ഹാദർ റസൂൽ, അവർ പറഞ്ഞു എന്താണ് ഈ റസൂലിന്, യഅ്കുലുത്താമ, വാൻ അന്നം കഴിക്കുന്നു, ഞങ്ങളെ മാതിരി അന്നം കഴിക്കുന്നു, വയംശീ ഫിൽ അസ്വാഖി, അങ്ങാടിയിൽ നമ്മളെ കൂടെയൊക്കെ നടക്കുന്നു, എന്ത് റസൂലാ ഇത്? അതാണ്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ റസൂൽ ആട് മേയിച്ച് നടക്കുകയാണ്. എല്ലാ നബിമാരും അള്ളാഹു താല കുറച്ച് കാലം ആട് മേക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്ന് നബി തന്നെ പറഞ്ഞു. അപ്പോൾ സഹാബിമാർ ചോദിക്കുന്നുണ്ട്, നിങ്ങളോ? ഞാനും അറബി നാട്ടിൽ നിന്ന് കുറച്ച് ചില്ലറക്കാശിന് വേണ്ടി അറബികളുടെ ആട് മേയിച്ചിരുന്നു. അപ്പോൾ അവരെ കൂട്ടത്തിൽ ആട് മേയിച്ച് നടക്കുന്ന ഒരു ഇടയനായിരുന്നു. പിന്നെ ഒരു കച്ചവടം ചെയ്തിരുന്നു, ഖദീജ ബീവിൻ്റെ കച്ചവട സംഘം പോയിരുന്ന കച്ചവടക്കാരനായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹുവിന് റസൂലിന് വഹി കൊടുത്തപ്പോൾ ആ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇവരും റഹ്മാനായ അള്ളാഹു അങ്ങനെയൊന്നും ഇറക്കി തന്നിട്ടില്ല. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, നിങ്ങൾ കളവല്ലാതെ മറ്റൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഖാലു, ഈ നബിമാർ പറഞ്ഞു, പിന്നെന്താ ഓൽക്ക് പറയാൻ ചെയ്യാം? ഓൽക്കൊന്നും അറിയില്ലോ. അവർ പറയേണ്ടത് പറഞ്ഞു, പക്ഷേ ഇവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ നബിമാർ പറയാണ്, റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. റബ്ബുനാ യഅലമു, ഞങ്ങളുടെ റബ്ബിനറിയാം, ഇന്നാ തീർച്ചയായും ഞങ്ങൾ, ഇലൈക്കും നിങ്ങളിലേക്ക്,
ലമുർസലൂൻ, അയക്കപ്പെട്ടവർ തന്നെയാണ് എന്ന് ഞങ്ങളുടെ റബ്ബിനറിയാം. അതായത് ആ വിഷയം നല്ല ഉറപ്പിച്ച്, ശരിക്കും കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാണ്. അള്ളാഹ്ക്കറിയാം, ഇന്ന തീർച്ചയായും ഞങ്ങൾ ലമുർസലൂൻ, ലാമും തേക്കീതാണ്, ഇന്ന തേക്കീതാണ്. റബ്ബിനായാലും തേക്കീത് പറഞ്ഞ ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയാണ്. ഞങ്ങൾ റബ്ബിനറിയാമെന്ന് പറഞ്ഞാൽ സത്യമായിട്ടും അള്ളാഹ്ക്കറിയാം ഞങ്ങൾ നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട പ്രവാചകൻ തന്നെ, ദൂതന്മാർ തന്നെയാണെന്ന് അള്ളാഹ്ക്കറിയാം എന്ന് പറഞ്ഞ് അവർ സത്യം ചെയ്ത് പറഞ്ഞു. ഇത് മാത്രമല്ല, ഉമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ഉമാ അലൈന ഞങ്ങളുടെ മേൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല, ഇല്ലൽ ബലാഗുൽ മുബീൻ വ്യക്തമായി ബലാഗ് ചെയ്യുക എന്നതല്ലാതെ. ബലാഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു തരാം, കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും വിധം എത്തിച്ചു തരുക എന്നല്ലാതെ ഞങ്ങൾക്കൊരു ബാധ്യതയില്ല. ഒരു നബിക്കും അങ്ങനെ ബാധ്യതയില്ല. ആളുകളെ പിടിച്ച് എന്തെങ്കിലും കാശ് കൊടുത്തിട്ടോ ഓഫർ കൊടുത്തിട്ടോ പ്രലോഭിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടോ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കൽപ്പനയും ഒരു നബിക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. അതാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരു നിർബന്ധവും ഇല്ല. ഫദക്കിർ, നിങ്ങൾ ഉത്ബോധിപ്പിക്കുക. ഇന്നമാ അൻത മുദക്കിർ, താങ്കൾ ഉത്ബോധിപ്പിക്കുന്നവൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബി മുസൈത്തിർ, അവരുടെ മേൽ ഏതെങ്കിലും അധികാരം ഉപയോഗിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടവരല്ല താങ്കൾ. അത് നബിമാർക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടില്ല. പിന്നെ യുദ്ധം ഉണ്ടായത് ഇസ്ലാം ആളുകളെ മുസ്ലിമാക്കാനൊന്നും അല്ല യുദ്ധം ഉണ്ടായത്. ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ അങ്ങോട്ട് യുദ്ധം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെന്ന് 2-ാമത്തെ കൊല്ലം ബദറും അവസാന കാലത്ത് തബൂക്ക് യുദ്ധം അടക്കമുള്ള ഒരു 8 കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ 150-ലേറെ സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നബി തന്നെ പങ്കെടുത്തത് അതിലൊരുപാടുണ്ട്. 150-ലേറെ സംഘടന എന്ന് പറഞ്ഞാൽ ചെറിയതും വലിയതുമായ യുദ്ധങ്ങൾ. അതിൽ ശത്രുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മുസ്ലിമീങ്ങളുടെ സ്വത്തുകൾ ശത്രുക്കൾ കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ ഒട്ടകങ്ങളും അവരെയും ബന്ദികളെയും മുസ്ലിങ്ങൾ ഇങ്ങോട്ട് മുശ്രിക്കീങ്ങൾ കൊള്ളയടിച്ചു പോയിട്ടുണ്ട്, മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കൾ. എന്നാൽ അവിശ്വാസികളായ ആളുകളുടെ സ്വത്തുക്കൾ മുസ്ലിമീങ്ങളും യുദ്ധത്തിൽ പിടിച്ച് അവരുടെ ആടും ഒട്ടകങ്ങളും അവരുടെ ആളുകളെയും ബന്ദികളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരിക്കലും 8 കൊല്ലം മദീനയിൽ ചെന്ന് ആദ്യത്തെ 2 കൊല്ലം മക്കക്കാരുടെ ഭീഷണിയും മറ്റുമൊക്കെ ആയിട്ട് ഒരു കടക്കപ്പുറതിയില്ലാത്ത ജീവിതമാണ് നബി ജീവിച്ചത് മദീനയിൽ ആദ്യത്തെ 2 കൊല്ലം. അവസാനം ബദർ യുദ്ധം ഉണ്ടായതോടുകൂടി മദീന മക്കയിലുണ്ടായിരുന്ന വലിയ മുള്ളും പിന്നെ വലിയ ഭീഷണിക്ക് ഉള്ള ശുജായികളൊക്കെ കൊല്ലപ്പെട്ടു. വലിയ മുള്ളുള്ള ആളുകൾ, വലിയ അക്രമികളൊക്കെ കൊല്ലപ്പെട്ടു. 70 എണ്ണം അവരുടെ നേതാക്കന്മാരാണ് മരിച്ചത്. അതുകൊണ്ട് പിന്നെ അത്ര ഭീഷണി ഉണ്ടായില്ല. പക്ഷേ അവരെ കൊണ്ട് കഴിയുന്നത്ര ഭീഷണികൾ മദീനയുടെ നേരെ ഉണ്ടായി. അങ്ങനെ അവസാനം ഹജ്ജത്തുൽ വദാഇൻ്റെ ഫത്ഹ് മക്ക കഴിഞ്ഞിട്ടും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. അവസാന കാലത്ത് യഹൂദുകളുടെയും പേർഷ്യക്കാരുടെയും ഒക്കെ നസാറാക്കളുടെയൊക്കെ ഭീഷണികളാണ് ഉണ്ടായത്. 150-ലേറെ സംഘടനകൾ നടന്നിട്ടുണ്ട്. ഈ സംഘടനകളിൽ ഒന്നും തന്നെ നിങ്ങൾ മുസ്ലിമായിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല, അവരോട് പറഞ്ഞിട്ടുമില്ല. നേരെ മറിച്ച് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ തടുക്കും, ചിലപ്പോൾ നിങ്ങളെയും തിരിച്ചുപദ്രവിക്കും. ഞങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ മണ്ണിൽ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിങ്ങൾ വകവെച്ച് തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങളുമായി യുദ്ധം ചെയ്യുമെന്നാണ് നബി പറഞ്ഞത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ. വെറുതെ നമ്മളെ അതിർത്തി പോയിട്ട് അടുത്ത രാഷ്ട്രക്കാരെ വെടിവെക്കാൻ പാടില്ല. നേരെ മറിച്ച് ഇങ്ങോട്ട് വെടിവെക്കുകയാണെങ്കിൽ അങ്ങോട്ട് വെടിവെക്കണമെന്നത് എല്ലാ രാഷ്ട്രത്തിൻ്റെയും നിയമമാണ്. അതൊരു തീവ്രവാദമല്ല. അപ്പം ഇവിടെ അമ്പിയാക്കന്മാർ അതാണ് പറഞ്ഞത്, വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, ബലാഗ് വ്യക്തമായി എത്തിച്ചു തരുക. അപ്പം നമ്മളെ ബാധ്യതയും ആരെയും വെറുതെ ചാക്കിട്ട് പിടിച്ച് മുസ്ലിങ്ങളാക്കണം, എന്തെങ്കിലുമൊക്കെ കൊടുത്ത്
എന്തെങ്കിലും ഒരു ഇത് കൊടുത്ത് അങ്ങനെ മതം മാറ്റുന്ന ആളുകളുണ്ട്. നിർബന്ധിച്ച് മതം മാറ്റുന്നവരുണ്ട്, ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നവരുണ്ട്, പ്രലോഭനങ്ങളും ജോലികളും സമ്പത്തും കൊടുത്ത് മതം മാറ്റുന്നവരുണ്ട്. ഒന്നും നമ്മുടെ ബാധ്യതയല്ല. നമ്മളൊരുപാട് പൈസ കൊടുത്തിട്ട് ഒരു 10 ആളെ മുസ്ലിമീങ്ങളാക്കി അവരുടെ ഇസ്ലാം ശരിയാവുമോ? ആ പൈസ കിട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പേടിപ്പിച്ചിട്ട് മുസ്ലിമാക്കി, ആ പേടിപ്പിച്ച് മുസ്ലിമാക്കി ആ ഇസ്ലാം ശരിയാവുമോ? അള്ളാഹ് സ്വീകരിക്കുമല്ലോ. അപ്പോൾ പിന്നെന്താ? സ്വമേധയാ സത്യമാണെന്ന് ബോധ്യപ്പെട്ട് വിശ്വസിക്കണം. അത് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ ബലാഗ് നടത്തണം. അൽ ബലാഗുൽ മുബീൻ. ആ ബലാഗ് നടത്തുക എന്നുള്ള പ്രബോധനം ചെയ്യാൻ, അതാണ് തബ്ലീഗ്. പ്രബോധനം ചെയ്യുക എന്ന് പറയുന്ന ആ പ്രബോധനം, അതിന് സ്റ്റേജും മൈക്കും വലിയ പിന്നെ സ്ക്രീനും ഒന്നും ആവശ്യമില്ല. അത് ഉള്ളിടത്തുണ്ടാവണം. പക്ഷേ അത് നമുക്ക് സൗഹാർദ്ദ ബന്ധങ്ങളിൽ കൂടി, നല്ല ചാറ്റിങ്ങുകളിൽ കൂടി, നല്ല പരസ്പരമുള്ള ആശയ കൈമാറ്റത്തിൽ കൂടി നമ്മൾ പ്രബോധനം നടത്തണം. ഒമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. നമ്മുടെ മേൽ വ്യക്തമായ ബലാഗ്, അതായത് ശരിക്കും ആളുകൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള, ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ബലാഗ് നടത്തണം. അതാണ്. പിന്നെ കാലു, അപ്പം അവർ പറഞ്ഞു, ഞങ്ങളത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാമെന്നേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ലാ തതയ്യർനാ ബിക്കും. തതയ്യറ എന്ന് പറഞ്ഞാൽ, തയ്യർ എന്ന് പറഞ്ഞാൽ പശു അല്ല പക്ഷി എന്നാണ്, പക്ഷിയാണ് തയ്യർ. അപ്പോൾ തതയ്യറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദുശകുനമുണ്ടായി എന്നാണ്. കാരണം അറബ് സമൂഹം, പിൽക്കാലത്ത് ജാഹിലിയ സമൂഹം, അവരുടെ ശകുനപ്പിഴ കണക്കാക്കിയിരുന്നത് പക്ഷികളിൽ കൂടിയായിരുന്നു. തിയറത്ത് എന്ന് പറയും. തിയറത്ത് എന്ന് പറഞ്ഞാൽ ലക്ഷണം നോക്കുക എന്നാണ്. പക്ഷി ഇടത്തോട്ട് പാറിയാൽ അത് അങ്ങനെയായി, വലത്തോട്ട് പാടിയാൽ പോലും മെച്ചമാണ്. അങ്ങനെ പക്ഷി അവരുടെ, അതുപോലെ പക്ഷി കുറുകിയാൽ, രാത്രി സമയത്ത് പക്ഷി കുറുകിയാൽ അന്നെന്തോ പ്രശ്നം വരാൻ പോകുന്നുണ്ട്. പക്ഷി തലയിൽ കൂടി അങ്ങോട്ട് അടുത്ത ഭാഗത്തേക്ക് പറന്നാൽ എന്തോ ഉണ്ട്. അങ്ങനെയുള്ള അന്ധവിശ്വാസികളായിരുന്നു അവർ. അപ്പോൾ ആ പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു അന്ധവിശ്വാസത്തെ ഒരു പദമായിട്ട് ഭാഷയിൽ വന്നതാണ് ഇന്നാ തതയ്യർനാ ബിക്കും. നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ ദുശകുനത്തിലായി, ഞങ്ങളെ ശകുനം പേച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയൊരു ശകുനക്കാർ, ദുശകുനികളായി മാറിയിട്ടുണ്ട്. നിങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ആകെ കലഹമാണ്, ഞങ്ങൾ സമാധാനപരമായി ശിർക്കും ചെയ്ത് ജീവിക്കുമായിരുന്നു. അതിനിടയിൽ കൂടി നിങ്ങൾ വന്നിട്ട് ഈ തൗഹീദ് പറഞ്ഞിട്ട് ആകെ കലഹം ഉണ്ടാക്കി ഞങ്ങളാകെ ദുശകുനത്തിലായിട്ടുണ്ട് എന്ന് ആ നാട്ടുകാർ പറഞ്ഞു. ലഇല്ലം തൻതഹു. എന്നിട്ട് അവരുടെ വക ഒരു ഭീഷണിയും, എന്ത്? ലഇല്ലം തൻതഹു, നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ. ഇൻതഹ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു, വിരമിച്ചു എന്നാ. നിങ്ങൾ വിരമിച്ചിട്ടില്ലെങ്കിൽ ഈ പണി, അതായത് ഞങ്ങളിങ്ങനെ സുഖമായി ബഹുദൈവാരാധനയുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് ഈ അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസവും പറഞ്ഞ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഹറാമും ഹലാലും എന്ന് പറഞ്ഞ 2 ഉണ്ട് എന്നും പറഞ്ഞ് ഞങ്ങൾക്കിടയിൽ കലഹമുണ്ടാക്കിയത് കൊണ്ട് നിങ്ങളൊരു ദുശകുനികളാണ് ഞങ്ങളുടെ നാട്ടിൽ. ഇന്നാ തതയ്യർനാ ബിക്കും. ഇത് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ലനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ കല്ലെടുത്തെറിയുക തന്നെ ചെയ്യും. റജമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു. ലനർജുമന്നക്കും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ കല്ലെടുത്തെറിയും. വല യമസ്സന്നക്കും, തീർച്ചയായും നിങ്ങളെ ബാധിക്കും. മിന്ന, ഞങ്ങളിൽ നിന്ന് അദാബുൻ അലീം, വേദനിക്കുന്ന ശിക്ഷ. അതായത് വേദനിക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് ഞങ്ങൾ നൽകും. നിങ്ങൾക്ക് വേദനയാകും എന്നർത്ഥം. നിങ്ങൾക്ക് നല്ല വേദനയാകും. എറിഞ്ഞാട്ടും മര്യാദക്ക് നിർത്തിക്കാളി ഞങ്ങളോടുള്ള ഈ പ്രബോധനം എന്ന് പറഞ്ഞ് ആളുകൾ ദുശകുനികളാണ് നിങ്ങൾ എന്ന് അവരെ മുദ്ര കുത്തി. അപ്പം അമ്പിയാക്കന്മാർ പറഞ്ഞു, ഖാലു, അമ്പിയാക്കന്മാർ പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനം നിങ്ങളുടെ കൂടെ തന്നെയാണ്. അവ നമുക്ക് ശകുനം അവിടെ പക്ഷി പാറിയത് കൊണ്ടോ കറുത്ത പൂച്ചം കൊണ്ടോ ഓടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇന്നത് കണി കണ്ടത് കൊണ്ടോ ഒന്നും ശകുനം ഉണ്ടാവില്ല. അത് അള്ളാഹു തആല തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവരോട് പറഞ്ഞത്, തായിറുക്കും, നിങ്ങളുടെ ശകുനം മാക്കും നിങ്ങളോടൊപ്പം തന്നെയാണ്. നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് നല്ല ശകുനാണ്, നിങ്ങൾ മോശമായാൽ നിങ്ങൾക്ക് ദുശകുനാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊരാൾ എന്തെങ്കിലും ഞങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾ ശകുനപ്പേണ്ടായി എന്നുള്ളത് വിചാരിക്കണ്ട. അത് നമ്മളിപ്പോഴും ശകുനത്തിൽ അങ്ങനെ വിശ്വസിക്കരുത്. ലാ അദ്വാ വലാ തിയറത്ത,
ലാ അദ്വ വല തിയറത്ത വല സഫറ വല ഹാമത്ത വല ഊൽ എന്ന് നബി പറയുന്നുണ്ട് അറബികളോട്, സഹാബികളോടും മറ്റുള്ളവരോട് എല്ലാവരോടും. ലാ അദ്വ വല തിയറത്ത വല ഹാമത്ത വല സഫറ വല ഊൽ. ആളുകളെ അദ്വ, അതായത് രോഗം അവിടുന്ന് എടുത്ത് ഇവിടെ കൊടുക്കുക, ഇവിടുന്ന് എടുത്ത് അവിടെ കൊടുക്കുക, അങ്ങനെ കൊടുത്ത് രോഗം വിതരണം ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അങ്ങനൊന്നും കഴിയൂല. ഒല തീറത്ത, ലക്ഷണവും ശകുനവും ഇല്ല, അങ്ങനെ ഒരു ശകുനപ്പിഴ ഇല്ല. ഒല ഹാമത്ത, രാത്രി ഒച്ചയുണ്ടാക്കുന്ന ആ പക്ഷി കരഞ്ഞാൽ അതുകൊണ്ട് അപകടമുണ്ടാകും എന്നുള്ള വിശ്വാസം ഇല്ല. ഒല സഫറ, സഫർ മാസത്തിൽ അത് ദുശകുനമാണ് എന്ന വിശ്വാസമില്ല. നമ്മളെ നാട്ടിലെ മുഹറം 10 കയ്യോളം എന്നുള്ള മാതിരി അവർ സഫർ മാസമായിരുന്നു അവരുടെ ശകുനപ്പിഴയുള്ള മാസം ജാഹിലിയ കാലത്ത്. അതില്ല. ഒലാഹൂൽ, ഒരു പൊട്ടിച്ചൂട്ടും ഇല്ല. അറബ് നാട് വിശാലമായി കിടക്കുന്ന മരുഭൂമിയാണല്ലോ. അപ്പോൾ എന്നും പൊട്ടിച്ചൂട്ട് അതിൽ പോകുന്നു ഇവിടെ പോകുന്നു എന്ന് പറഞ്ഞ് അവർ പൊട്ടിച്ച കുത്താനിൽ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഒന്നില്ല. അതൊക്കെ ഇന്നും ഇവിടെ ഉണ്ട്. ഈ ജാതി പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. രോഗം ഉണ്ടായാൽ ബീവിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ മുല്ലാക്കിൻ്റെ അടുത്തേക്കോ ഔലിയൻ്റെ അടുത്തേക്കോ പോവും. ഈ രോഗം ഒന്ന് ഓൽക്കാണ്ട് കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. നമുക്ക് ഇങ്ങോട്ട് അയച്ചതാണ് രോഗം, ആ രോഗം അങ്ങോട്ട് തന്നെ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓല ഏർപ്പാടാക്കും, കാശും കൊടുത്ത്. ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ലക്ഷണം ഭയങ്കര ഇന്നത്തെ കമ്പ്യൂട്ടർ ലക്ഷണമെന്ന് മാത്രം. ഇപ്പം പക്ഷി ലക്ഷണമല്ല, തത്ത ഷീട്ടെടുക്കലായിരുന്നു കുറേ കാലം ലക്ഷണം. ഇപ്പം കമ്പ്യൂട്ടർ ശകുനമാണ്. അതാണ്. അങ്ങനെ ലക്ഷണമില്ല. പിന്നെ അതുപോലെ ഈ തരത്തിൽ മുഹറമാസം പോലെയുള്ള ശകുനം, ചൊവ്വാദിനം, ശനിദിനം, അങ്ങനെയുണ്ടല്ലോ, നക്ഷത്രഫലം, അങ്ങനെയൊന്നും ഇല്ല. അതൊന്നും നിങ്ങളെ സ്വാധീനിക്കുന്നതല്ല. പൊട്ടിച്ചൂട്ട്, അതും അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഒരു വിശ്വാസം ഇന്നും ചില സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല എന്ന് നബി പഠിപ്പിച്ചു. അതാണ് ഏറ്റവും അന്ധവിശ്വാസികളായിരുന്ന ആ സമൂഹത്തിൻ്റെ തനി ആവർത്തനം ഇന്നും തിരിച്ചു വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ എന്താ പറഞ്ഞത്, ആ നബിമാരെന്താ പറഞ്ഞത്? തായിറുക്കും മാക്കും, നിങ്ങളെ ദുശകുനം നിങ്ങളെ കൂടെയാണ്. നമ്മൾ നല്ല നിലക്ക് ജീവിച്ചാൽ നമുക്കന്ന് നല്ല ശകുനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, രാവിലെ സുബഹി കൃത്യത്തിന് നിസ്കരിച്ചാൽ അന്ന് അള്ളാഹു തആല ആ ദിവസം നമുക്ക് ബർക്കത്തുണ്ടാക്കും. അതാ പറഞ്ഞത്, ബർക്കത്തുണ്ടാവും. അപ്പം നമ്മളെ ലക്ഷണം നമ്മളുടെ സൽക്കർമ്മത്തിലും നമ്മുടെ പ്രവൃത്തിയിലുമാണ്. തായിറുക്കും മാക്കും, നിങ്ങളുടെ ലക്ഷണം നിങ്ങളുടെ കൂടെയാണ്. ദുഃഖിർത്തും, നിങ്ങൾ ഉത്ബോധിപ്പിക്കപ്പെടുമ്പോഴാണോ ഇതൊക്കെ പറയുന്നത്? ദക്കറ എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിച്ചു, ഉത്ബോധിപ്പിച്ചു. ദുഃഖിർത്തും, നിങ്ങൾ ഉത്ബോധിപ്പിക്കപ്പെടുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയാണോ? ബൽ അൻതും, തന്നെയുമല്ല, അൻതും ഖൗമുൻ മുസ്രിഫൂൻ, നിങ്ങളൊരു പരിധി വിട്ട കൗമ് തന്നെയാണ്. മുസ്രിഫ് എന്ന് പറഞ്ഞാൽ പരിധി വിട്ടവൻ അല്ലെങ്കിൽ ദൂർത്തടിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. നിങ്ങളൊരു പരിധി വിട്ട കൂട്ടരാണ്. ഞങ്ങൾ ഉപദേശിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ദുശകുനം പറഞ്ഞിട്ട് ഞങ്ങളെ പിന്മാറ്റുകയാണോ എന്ന് ആ നബിമാർ ചോദിച്ചു. അങ്ങനെ അവർ തമ്മിലുള്ള ആശയ സംഘട്ടനവും എതിർപ്പും പറഞ്ഞു. ഈ എതിർപ്പ് വന്നപ്പോൾ മറ്റൊരാൾ വരികയാണ്. 3 നബിമാർ പറഞ്ഞിട്ടും സ്വീകരിക്കാത്തപ്പോൾ ആ നാട്ടിൽ തന്നെയുള്ള ഒരു മനുഷ്യൻ ഇവരോട് നബിമാരെ പിന്തുണച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉത്ബോധിപ്പിക്കാൻ വേണ്ടി വരികയാണ്. ആ മനുഷ്യൻ ചരിത്രത്തിൽ ഹബീബ് ഇബ്നു മുർരി എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്, ഹദീസിലുള്ളതല്ല. ഹബീബ് ഇബ്നു മുർരി, ഹബീബുൻ നജ്ജാർ എന്ന് പറയും. ഹബീബ് ഇബ്നു മുർരി അൻ നജ്ജാർ. ഏതായിരുന്നാലും ആ നാട്ടിലെ വിശ്വാസിയായ തൗഹീദിൽ നിലനിർത്തി ജീവിക്കുന്ന ഒരു സാധുവായ മനുഷ്യനായിരുന്നു അദ്ദേഹം. ആശാരിയായിരുന്നു എന്നതുകൊണ്ടാണ് നജ്ജാർ എന്ന് പറഞ്ഞാൽ കാർപ്പൻ്ററാണ്, ആശാരിയായിരുന്നു എന്ന്. അതല്ല, അദ്ദേഹം പിന്നെന്താണ്, കസാബ്, ഈ ഇറച്ചി വെട്ടുകാരനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ പലതുമുണ്ട്, ഒക്കെ ചരിത്രത്തിലാവുള്ളൂ. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വന്ന മനുഷ്യൻ ഒരു സാധുവായ വിശ്വാസിയായിരുന്നു, കൂലിപ്പണിക്കാരനും സാധുവുമായ വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് ജനങ്ങൾ അത്ര വിലക്കെടുത്തിയില്ല. ഇതിലൊക്കെ നമുക്കുള്ള പാഠം അതാണ്. ആരാണ്, എത്ര സാധുവാണ് പറയുന്നത്? ഓനൊക്കെ നമ്മളെ ഉപദേശിക്കാൻ മാത്രം ഉണ്ടോ?
അതും നമ്മൾ ചിന്തിക്കരുത് എന്ന് പഠിപ്പിക്കലാണ് ഈ ചരിത്രത്തിൽ നമുക്കുള്ള പാഠം. അതാ വജാ റജുലുൻ മിൻ അഖ്സൽ മദീന, ആ പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഒരാൾ വന്നു എന്ന്. അഖ്സ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്ത്, മസ്ജിദുൽ അഖ്സ എന്ന് പറയില്ലേ, അങ്ങേ അറ്റത്തുള്ള പള്ളി എന്ന് പറഞ്ഞാൽ, ദൂരത്തുള്ള പള്ളി എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിനാണ് അത് പറയാം. അറബികളെ സംബന്ധിച്ചിടത്തോളം 1000 മൈൽ അപ്പുറത്താണ് ആ പള്ളി, അതുകൊണ്ടായിരിക്കണം മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. ഏതായിരുന്നാലും അന്താക്കിയ പട്ടണം ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് പട്ടണമാവട്ടെ, ഈ പ്രവാചകന്മാർ വന്ന് ഉത്ബോധിപ്പിച്ച നാട്ടുകാരുടെ പട്ടണത്തിൽ നിന്ന് കുറച്ച് അകലെ താമസിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് വിട്ട് ഒരു ഗുഹയിൽ പോയി ആരാധനയിൽ തൊഴിലെടുക്കും, എന്നിട്ട് ഒരു ഗുഹയിൽ പോയി അള്ളാഹുവിനെ ആരാധിക്കും ജനങ്ങളുടെ ശല്യം പേടിച്ചിട്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും ആ പട്ടണത്തിൻ്റെ അഖ്സ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ, റജുലുൻ ഒരാൾ വന്നിട്ട് അദ്ദേഹം ഓടി വരികയാണ്. അമ്പിയാക്കന്മാർ വന്നിട്ടും ജനങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പാണ്, 3 നബി റസൂല് വന്നിട്ടും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആ സമൂഹം നശിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഓടി വന്നുകൊണ്ട് പറഞ്ഞു, എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓടി വരുന്നു, അതാണ് സഴിയ്. ഹജ്ജിലെ നമ്മൾ സഴിയ് എന്ന് പറയുന്നത് എന്താ, ഓട്ടമാണല്ലോ. അപ്പോൾ ഓടി വന്നു. എന്നിട്ട് ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ഈ മുർസലുകളെ പിൻപറ്റുക. ഇത്തിബാഴ് പിൻപറ്റൽ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ഈ മുർസലീങ്ങളെ പിൻപറ്റുക. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക. മൻ, ഒരു കൂട്ടരെ, ലാ യസ്അലുക്കും അജ്റൻ, അവർ നിങ്ങളോട് കൂലി ചോദിക്കുന്നില്ലല്ലോ. വഹും മുഹ്തദൂൻ, അവർ ഹിദായത്തോടുകൂടി ജീവിക്കുന്നവരുമാണല്ലോ. അപ്പോൾ ആ 3 ആളുകളും നല്ല നിലക്ക് ജീവിക്കുന്നുണ്ട്. ഈ ജനങ്ങളുടെ പോലെ തോന്നിവാസത്തിലല്ല എന്ന് നാട്ടുകാർക്കറിയാം. ഈ വന്ന 3 ആളുകളും അള്ളാഹു അയച്ച ആ 3 മുർസലുകളും ഒരുപക്ഷെ അവരെ കൂട്ടത്തിലുള്ളവരായിരിക്കാം, അവർക്ക് അറിയുന്നവരായിരിക്കാം, അവർക്ക് ഹിദായത്ത് കിട്ടി എന്ന് ജനങ്ങൾക്ക് അറിയുന്നവരായിരിക്കാം. മാത്രമല്ല അവരുങ്ങളോട് ഇങ്ങനെ ഉപദേശിച്ചിട്ട് എന്തെങ്കിലും കൂലി ചോദിക്കണില്ലല്ലോ, ദീന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ പൈസ കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്കൊരു ഛേദവുമില്ല, നിങ്ങൾക്ക് വിശ്വസിച്ചാൽ നിങ്ങൾക്കൊരു നഷ്ടമില്ലല്ലോ. അതാണ് ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ആ മുർസലീങ്ങളെ, ദൂതന്മാരെ പിന്തുടരണം. ഇത്തബിഉമല്ലാ യസ്അലുക്കും അജ്റൻ, നിങ്ങളോട് കൂലി ചോദിക്കാത്ത ഈ ആളുകളോട്, വഹും മുഹ്തദൂൻ, അവർ ഹിദായത്തിലാണു താനും. അതാണ് മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. സൂറത്ത് ഹൂദിൽ ആവർത്തിച്ച് വന്നൊരായത്താണ്. മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, നിങ്ങളോട് ഞാനൊരു കൂലിയും ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവാണ് എനിക്ക് കൂലി തരുന്നവൻ. അപ്പോൾ ഈ മനുഷ്യൻ വന്ന് പറഞ്ഞതാണ്, ഹബീബുൻ നജ്ജാർ എന്ന് ചരിത്രത്തിൽ പറയുന്ന മനുഷ്യൻ ആരാവട്ടെ, ഇവിടെ സാഹിബു യാസീൻ എന്നാണ് മുഫസ്സിറുകൾ അയാളെ വിളിച്ചത്. ഈ വജാ റജുലും മിൻ അഖ്സൽ മദീനത്തി എന്ന് പറഞ്ഞ ആളെ, ആ റജുൽ ആരായിരുന്നു, സാഹിബു യാസീൻ, യാസീൻ്റെ ആള്, യാസീനിൽ പറഞ്ഞ ആള് എന്ന അതിൻ്റെ പേര് ഹബീബുൻ നജ്ജാർ, ഹബീബുൽ മുർരി അൻ നജ്ജാർ, ആശാരിയായ ഹബീബുൽ മുർരി എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. അത് നമ്മളോട് നബി പറഞ്ഞു തന്നൊന്നുമല്ല, അത് ഒരു പക്ഷേ അഹ്ലുൽ കിതാബുകളിൽ നിന്ന് കിട്ടിയ ചരിത്രമായിരിക്കാം, ശരിയായിരിക്കാം, ശരിയാവാതെയും ഇരിക്കാം, എന്തോ ആവട്ടെ. അദ്ദേഹം പറയാണ്, ഒഹുമ്മൂത്ത്, അവർ ഹിദായത്തുള്ളവരാണ്. ഒമാലി, എനിക്കെന്താണ്, ലാ അഅ്ബുദുല്ലദീ ഫതറനി ഫതറ ഖലഖ, ലാ അഅ്ബുദുല്ലദീ ഫതറനി ലാ അഅ്ബുദുല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്താണ് ന്യായം. ഒമാലി, എനിക്കെന്തുണ്ട് ന്യായം. ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല. അല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല. അങ്ങനെ ജീവിക്കാൻ എനിക്കെന്ത് ന്യായമുണ്ട്. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങളെല്ലാം മടക്കപ്പെടുന്നത്. അപ്പം എന്നെയും നിങ്ങളെയും മടക്കപ്പെടുന്ന എന്നെ സൃഷ്ടിച്ച റബ്ബിനെ മാത്രം ആരാധിക്കാതെ ജീവിക്കാൻ എനിക്കൊരു ന്യായവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ ഒരു ന്യായം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ.
നബിമാരെ നിങ്ങൾ പിന്തുടരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു അത്തഖിദു മിൻ ദൂനി. അപ്പോൾ അദ്ദേഹത്തിനോട് ഇവർ ആവശ്യപ്പെടുകയാണ്, നീ ഞങ്ങളുടെ കൂടെ ജീവിക്കണം, മാത്രം ഒരു പുതിയ മതം വെക്കാൻ പാടില്ല, ഞങ്ങൾ ശിർക്കിൽ നീയും പങ്കുചേരണം എന്ന് നിർബന്ധിക്കുമ്പോൾ അദ്ദേഹം പറയാണ് അത്തഖിദു, ഞാൻ സ്വീകരിക്കണമോ. ഇത്തഖദ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. അത്തഖിദു, ഞാൻ സ്വീകരിക്കണമോ, മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ, ആലിഹത്തൻ, മറ്റു ദൈവങ്ങളെ, അള്ളാഹുവിന് പുറമെ മറ്റു ദൈവങ്ങളെ ഞാൻ സ്വീകരിക്കണമോ. ഇൻ യുരിദിനി റഹ്മാൻ, റഹ്മാനായ അള്ളാഹു എന്നെ കൊണ്ട് ഉദ്ദേശിച്ചാൽ, ബിളുരിൻ, വല്ല ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ, ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും, നിങ്ങളുടെ ഈ ഇലാഹുകളുടെ ശിപാർശ എനിക്കൊരു ഉപകാരവും ചെയ്യുകയില്ല. വലാഹു ഷൈഅൻ, ഒന്നും തന്നെ, വലാഹും യുൻഖിദൂനി, അവരെന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. അങ്ങനെയുള്ള ഈ ഇലാഹുകളെ ഞാൻ നിങ്ങളുടെ കൂടെ ആരാധിക്കണോ? എനിക്കെന്താ, എന്നെ സൃഷ്ടിച്ച് എന്നെ സംരക്ഷിക്കുന്ന റബ്ബിനെ ആരാധിക്കുന്നതിന് എനിക്കെന്താ തടസ്സം? അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, അള്ളാഹുവിൻ്റെ പുറമെ ഈ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഞാൻ ആരാധിക്കണമോ? പിന്നെ ലാത്തു ഇൻ യുരിദിനി റഹ്മാൻ, ആ റഹ്മാനായ അള്ളാഹു അറാദ യുരീദൂന, എന്നെക്കൊണ്ട്, യുരിദിനി, എന്നെ ഉദ്ദേശിച്ചാൽ, എന്നെക്കൊണ്ട് അവൻ ഉദ്ദേശിച്ചാൽ, ബിളുരിൻ, വല്ല ലുറും, എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചാൽ, ലാ തുഗ്നി അന്നീ ശഫാഅത്തുഹും, ആ ദൈവങ്ങളുടെ ശിപാർശ, ലാ തുഗ്നി ലാ തൻഫഉ, ഒരു ഉപകാരവും എനിക്ക് ചെയ്യുകയില്ല, ഷൈഅൻ, ഒന്നും അവരുടെ